നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ചെകുത്താനും കടലിനുമിടയിൽ എന്ന് പറയും പോലെയാണ് ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ അവസ്ഥ. ഒരു വശത്ത് കാലിയായ ഖജനാവ്, മറുവശത്ത് തൊട്ടുമുന്നിൽ നിൽക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ്. ജനങ്ങളുടെ ഭാരം കൂട്ടരുത്, പണം കണ്ടെത്തുകയും വേണം. കേന്ദ്രത്തിൽ നിന്നാണെങ്കിൽ അർഹതപ്പെട്ട വിഹിതം പോലും കിട്ടുന്നുമില്ല. നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികൾ മുടക്കാനും കഴിയില്ല. ഇതിനിടയിൽ നിന്നും ട്രപ്പീസ് കളിക്കുക അത്ര എളുപ്പമല്ല. കാര്യമായ പരിക്കില്ലാതെ ഈ കളിയിൽ ബാലഗോപാൽ ജയിച്ചു എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്, മറിച്ച് അമ്പെ പരാജയമാണെന്ന് പറയുന്നവരുമുണ്ട്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 354 2100. ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പുറത്തു വരുന്നത്. സ്വാഭാവികമായും എപ്പോഴും ആ മട്ടിലൊക്കെ തന്നെയാണ് വരുന്നത്. ഇത്തവണ വലിയൊരു വെല്ലുവിളിക്ക് മുമ്പിലാണ് ബാലഗോപാൽ നിന്നത്. കാരണം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചും ഇടതുമുന്നണിയെ സംബന്ധിച്ചും ഏറ്റവും കൂടുതൽ സീറ്റ് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ലക്ഷ്യമാക്കിയുള്ള പ്രഖ്യാപനങ്ങൾ കൂടി ബജറ്റിൽ ഉണ്ടാവുക എന്ന വെല്ലുവിളി കൂടിയാണ് ബാലഗോപാലിന് മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി അത്ര മെച്ചവും ആയിരുന്നില്ല. ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. വടകരയിൽ നിന്നും ബാലകൃഷ്ണനാണ് ചേരുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ബാലഗോപാൽ ഇതിൽ വിജയിച്ചു എന്ന് തോന്നുന്നുണ്ടോ, അതോ പരാജയപ്പെട്ടു എന്നാണോ താങ്കളുടെ അഭിപ്രായം? ബജറ്റ് വായിക്കുവാനൊക്കെ നല്ല സുഖമുണ്ട് സാർ. സത്യത്തില് നമ്മുടെ കാരുണ്യ ഫണ്ടിനൊക്കെ കൂടുതൽ ഫണ്ട് അനുവദിക്കുന്ന ഏത് കണ്ടു ബാലഗോപാൽ പറയുന്നത് കേട്ടു. കാരുണ്യ ഫണ്ട് മുടങ്ങിക്കിടന്നിട്ട് ചികിത്സ കിട്ടാത്ത സ്ഥിതി കേരളത്തിലുണ്ട്. അപ്പൊ മോഹന വാഗ്ദാനങ്ങൾ ഇങ്ങനെ ബജറ്റിലൂടെ അവതരിപ്പിക്കുക എന്നല്ലാതെ അവരെങ്ങനെ ഇതിൽ ഫണ്ട് കണ്ടെത്തും എന്നുള്ളത് കേൾക്കാമോ സാർ? കേൾക്കാം, പറഞ്ഞോളൂ താങ്കൾ. ഫണ്ട് എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതും കൂടി ബാലഗോപാൽജി പറയേണ്ടതായിരുന്നു. കാരണം ഇത് പല പല പദ്ധതികളും മുടങ്ങിക്കെടുക്കുവാണ്. സ്കൂൾ ഉച്ചക്കഞ്ഞിക്ക് എത്രയോ കോടി അനുവദിച്ചെന്ന് പറയുന്നത്. ഉച്ചക്കഞ്ഞി കേരളത്തിന് കിട്ടാനുള്ള വിഹിതം കേന്ദ്ര സർക്കാർ തരുന്നില്ല എന്നത് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് അങ്ങനെ എവിടെയെങ്കിലും കോടതി, സുപ്രീം കോടതി പറഞ്ഞോ കേരളത്തിന്? കേരളം അങ്ങനെ ഒരു കേസ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നും ബജറ്റ് പ്രസംഗത്തിലടക്കം ബാലഗോപാൽ മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന വിഹിതവും കേരളത്തിന് കൊടുക്കുന്ന നാമമാത്ര വിഹിതവും തമ്മിലുള്ള താരതമ്യമൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ അവരങ്ങനെ പറയുന്നു. അവർക്കിപ്പോ ആശയം ഉന്നയിക്കുമല്ലാതെ വഴിയില്ലല്ലോ. കാരണം അവരെ കപടത്തരങ്ങളിൽ മൂടി വെക്കാൻ കേന്ദ്ര സർക്കാർ കേരളത്തിന് തരാനുള്ള അർഹതപ്പെട്ട വിഹിതം കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ വാങ്ങണ്ട എന്നാണോ? അങ്ങനെ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും സമരത്തിൽ ഇറങ്ങണം സാർ. അവരിറങ്ങട്ടെ, കോടതിയിൽ പോകട്ടെ. അവർ നമ്മൾ കോടതിയിൽ പോയി, കോടതിയുടെ പരിഗണനയിലാണത്. കോടതി പറയില്ലെന്നാ സാർ പറയുന്നത്. കോടതി അത് പറയില്ല. ഫെഡറൽ സംവിധാനത്തിന് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഫണ്ട് പിടിച്ചു വെക്കാൻ മോഡിയല്ല, അതിലും വലിയ ഗവൺമെന്റ് വന്നാൽ സാധ്യമല്ല സാർ. അത് പോസിബിൾ അല്ല. കോടതി പറയും കൊടുക്കാൻ, അങ്ങനെ കൊടുക്കാനുണ്ടെങ്കിൽ. സാറിന് എന്താ സംശയം ഉണ്ടോ? അക്കാര്യത്തിൽ സംശയം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ സംശയമൊക്കെ ഉണ്ട്. എന്തായാലും പല സംസ്ഥാനങ്ങൾക്കും പലപ്പോഴും കിട്ടുന്നത് കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ തുക കൊടുക്കുകയും മറ്റ് സംസ്ഥാനങ്ങളെ ഞെരുക്കുകയും മറ്റവർക്ക് പ്രത്യേകമായ ഫണ്ടൊക്കെ അങ്ങനെ താല്പര്യമുള്ളവർ കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഇപ്പോൾ അത് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് വിഷയം. ഒരു സെക്കൻഡ് സാർ, അങ്ങനെ ഉണ്ടെങ്കിൽ ഫെഡറൽ സംവിധാനത്തിന് ഒരു സംസ്ഥാനത്തിന് കൊടുക്കാൻ അർഹതപ്പെട്ടത് കൊടുക്കാതിരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അധികാരമില്ലാന്ന് സുപ്രീം കോടതി പറയില്ലേ? അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. ഓരോ സംസ്ഥാനത്തിൻ്റെയും പല കാര്യങ്ങൾക്കും ചില കാര്യങ്ങളിലൊക്കെ അങ്ങനെ പറയാൻ കഴിയും. പക്ഷേ ചില കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ വിവേചനാധികാരമാണ്. ഒരു പ്രത്യേക പദ്ധതി പ്രഖ്യാപിക്കുന്നു, 2 സംസ്ഥാനങ്ങളിൽ വരൾച്ച ഉണ്ടായി, കേന്ദ്ര സർക്കാർ പറയുന്നു ഈ വരൾച്ച ഉണ്ടായ സ്ഥലത്ത് 5000 കോടി കൊടുക്കണം, മറ്റേടത്ത് 500 കോടി കൊടുത്താൽ മതി. അതൊക്കെ അവരുടെ വിവേചനാധികാരമാണ്. അതിൽ പലപ്പോഴും രാഷ്ട്രീയം താല്പര്യങ്ങൾ ഉണ്ടാവാറുണ്ട്, അത് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയാണ്. അങ്ങനെയല്ല സാർ ഞാൻ ചോദിക്കുന്നത്. അർഹതപ്പെട്ടത് നമ്മുടെ നികുതി വീതം ഓരോ സംസ്ഥാനത്തിനും ഉണ്ടല്ലോ. ആ അർഹതപ്പെട്ടത് തടഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നത്. അങ്ങനെ തടഞ്ഞു വെക്കാൻ കേന്ദ്ര സർക്കാരിനാവോ സാർ? അങ്ങനെയൊക്കെ പലപ്പോഴും തടഞ്ഞു വെക്കാറുണ്ട്. അങ്ങനെയൊക്കെ കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പ്രത്യേക ഫണ്ടായി ഇപ്പോൾ ഇന്നത്തെ ബജറ്റിലും നേരത്തെയൊക്കെ ധനമന്ത്രി പറഞ്ഞിരുന്നല്ലോ, ഉത്തർപ്രദേശിന് നൽകിയതും ഗുജറാത്തിന് നൽകിയതുമൊക്കെ പ്രത്യേക വിഹിതമായൊക്കെ അവർക്ക് 60,000 കോടിയും 70,000 കോടിയും ഒക്കെ നൽകുമ്പോൾ കേരളത്തിന് അങ്ങനെ ഒരു പ്രത്യേക വിഹിതം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല ന്യായമായി കിട്ടേണ്ടതിൽ പോലും കുറവുണ്ടാകുന്നു എന്നത് കണക്ക് സഹിതമല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്. അതെങ്ങനെയാ സാർ? 23.5 കോടി ജനങ്ങളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അവിടെ കിട്ടുന്ന വിഹിതം എങ്ങനെയാ കേരളത്തിന് കിട്ടുക? അങ്ങനെ ഒരു ന്യായമുണ്ട് സാർ. ശരി, അങ്ങനെയല്ലായിരുന്നു. കേരളത്തിലെ ജനസംഖ്യ കുറയ്ക്കാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരാണ്. അത് കേൾക്കാൻ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ തയ്യാറായി. എന്നാൽ ചില സംസ്ഥാനങ്ങൾ തയ്യാറായില്ല. കേന്ദ്ര സർക്കാർ പറഞ്ഞത് കേട്ടവർക്ക് പിന്നീട് ശിക്ഷ കൊടുക്കുക എന്നത് ന്യായമായൊരു നീതിയുക്തമായൊരു തീരുമാനമല്ല. നമുക്ക് മറ്റൊരു പ്രേക്ഷകരുണ്ട്. മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു ജനപ്രിയ ബജറ്റായിരുന്നോ, ജനങ്ങളുടെ മേൽ ഭാരമേൽപ്പിക്കുന്ന ഒരു ബജറ്റായിരുന്നോ KN ബാലഗോപാൽ അവതരിപ്പിച്ചത്? ഇത് നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്, പറയൂ. ഇത് ജനങ്ങളുടെ
വേദിക്ക് വലിയൊരു ഭാരമൊന്നുമില്ല. എന്നാ നല്ലത് മാത്രം ചെയ്യാൻ കാശ് കിട്ടണം. ആ കാശിനനുസരിച്ച് റെഡിയാക്കും. കാരണം എന്താ വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് ഞെരിക്കാണ്. ആ ഞെരിക്കലില്ലാതെ പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ നടപ്പിലാക്കും, എല്ലാ കാര്യങ്ങളും നടത്തും. ഈ ഗവൺമെന്റ് അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും. ചെയ്യാൻ കഴിയാവുന്നത് മാത്രമേ പറയും ചെയ്യുള്ളൂ. അത്രേ പറയാനുള്ളൂ. കൂടുതൽ അങ്ങനെയൊക്കെ ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? കഴിഞ്ഞ തവണയൊക്കെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പല വാഗ്ദാനങ്ങളും ഇപ്പോഴും നടപ്പാകാതെ നിൽപ്പുണ്ട്. അതൊക്കെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അല്പം ചെറുതുണ്ടാവും അത്. കാരണം എന്ന് വെച്ചാൽ അല്പം ചെറുതല്ല, കഴിഞ്ഞ വർഷം നീക്കിവെച്ച വിഹിതത്തിൽ നല്ലൊരു ശതമാനം ചെലവഴിക്കാതെ ഇപ്പോഴും ഉണ്ട്. ബഡ്ജറ്റിൽ പറഞ്ഞത് പല തുകയും ചെലവഴിച്ചിട്ടില്ലെന്നൊക്കെ പ്രതിപക്ഷ നേതാവ് ഇന്ന് കണക്ക് സഹിതം പറഞ്ഞിരുന്നല്ലോ. അതിന് സമരത്തിന് പോകണെന്താണ്. അപ്പൊ മുൻ പറഞ്ഞ ആള് പറഞ്ഞു നോക്കുമ്പോ അവിടെ അത്ര ജനാണ്. മുൻ പറഞ്ഞ ആളുടെ വിഷയമല്ല, അത് വേറൊരു വിഷയം. ആരെ അനുകൂലിച്ച് പറയുന്നവരും പ്രതികൂലിച്ച് പറയുന്നവരും എല്ലാം യാഥാർത്ഥ്യങ്ങൾ കൂടി ബോധ്യപ്പെടണമല്ലോ. ശരി, എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രവീന്ദ്രനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് സർക്കാരും പ്രതിപക്ഷവും എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ആ പ്രതിസന്ധിക്ക് വ്യത്യസ്തമായ കാരണങ്ങൾ പറയുന്നു. കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം ലഭിക്കാത്തതാണ് കാരണമെന്ന് പറയുന്നു. പ്രതിപക്ഷം പറയുന്നു അത് മാത്രമല്ല കാരണം, കേരളത്തിൽ നിന്ന് പിരിച്ചെടുക്കേണ്ട നികുതി ന്യായമായി പിരിച്ചെടുക്കുന്നില്ല എന്ന് പറയുന്നു. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് അവതരിപ്പിച്ച ബജറ്റ് ജനപ്രിയമാണോ അതോ ജനങ്ങളുടെ മേൽ കൂടുതൽ ഭാരം ഏൽപ്പിക്കുന്നതാണോ? ഈ ബഡ്ജറ്റ് ആദ്യം മുതൽ കേട്ടായിരുന്നു. അപ്പൊ പുള്ളി ഈ സൂര്യോദയം എന്നൊരു പരിപാടി പറഞ്ഞു കേട്ടു. ഈ സൂര്യോദയം ഉണ്ടാകുന്നത് നമ്മുടെ ഓരോ രാജ്യത്തും ഓരോ ക്രമമായിട്ട് ഇങ്ങനെ സമയം മാറി, അതുകൊണ്ടാണല്ലോ നമുക്ക് സമയക്രമം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് സൂര്യോദയം ഉണ്ടാവണം ഇത്തിരി സമയം എടുക്കും. കാരണം പുള്ളി പറഞ്ഞു, എന്താ പറഞ്ഞ, സ്വകാര്യ കൊണ്ടുവരണം അല്ലേ. ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ഇവര് നടത്തിയിട്ടുള്ള സമരങ്ങൾ എത്ര KSRTC ബസ്സുകൾ കത്തിച്ചു കളഞ്ഞു, നാട്ടുകാരുടെ സ്ഥാപനങ്ങൾ തകർത്തു കളഞ്ഞു എന്ന് ഇങ്ങനെ തന്നെ പറഞ്ഞു. ഇങ്ങനെ ഇതിന്റെ ഒരു സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ ആയിരുന്നല്ലോ, DYFI SFIയുടെ ഒക്കെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മെഡിക്കൽ കോളേജ്, നമ്മുടെ പുറമേ നിന്ന് ആൾക്കാരെ മെഡിക്കൽ കോളേജിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നു അല്ലേ. കഷ്ടം. നിങ്ങളുടെയൊക്കെ വാർത്താ ചാനൽ തന്നെ ഞങ്ങൾ എത്രയോ ദിവസമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയും ഓരോ മെഡിക്കൽ കോളേജിലും മരുന്നുകളില്ല എന്നുള്ളത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് പുറമേ നിന്ന് ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നില്ലേ. ഇത്തരം വിഡിത്തങ്ങളെ വിളിച്ചു പറയാൻ അതിനെയൊക്കെ നമുക്ക് വിഡിതമായി കണക്കാക്കാൻ കഴിയുമോ? ഒരു സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നു, പുറത്തു നിന്നുള്ളവർക്ക് ഇവിടെ പഠിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുക്കിയാൽ ഇവിടെ ആള് വരില്ലേ? ഈ മുഖ്യമന്ത്രി പ്രതിപക്ഷവും ഒക്കെ ഈ നേതാവും ഒക്കെ ഈ അമേരിക്ക പോയി ചികിത്സിക്കുന്ന ഇവിടെ ഇത്ര വലിയ സൗകര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് ആദ്യം നിങ്ങൾ ചികിത്സ കൊടുക്കൂ. ഒരു നല്ല ബെഡ്. അതല്ലല്ലോ, കേരളത്തിൽ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും ലഭിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ കേരളത്തിൽ സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. വിദഗ്ധ ചികിത്സയിൽ അമേരിക്കയിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഉണ്ട് എന്ന് കരുതി കേരളത്തിലെ മോശമാണെന്ന് പറയാൻ കഴിയും. 7 വർഷം കൊണ്ട് പിണറായി വിജയൻ കൊണ്ടൊന്നല്ല, അതിവിടെ മാറി വന്ന UDF LDF ഭരിച്ചു തന്നെ. അതെ, അങ്ങനെ തന്നെ വന്നതാണ്. ആരെങ്കിലും പറഞ്ഞോ പിണറായി വിജയൻ കൊണ്ടുവന്നാണ്? 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്, അറിയോ? അതെ, എല്ലാ ഇവിടുത്തെ മാറി ഭരിച്ച എല്ലാ സർക്കാരുകൾക്കും അതിന്റെ ഉത്തരവാദിത്വം അതിന്റെ നേട്ടവും അവകാശപ്പെടാൻ കഴിയും. എന്നിട്ട് അതേപടി ഓരോ വീടുകൾ വന്നിരുന്ന് അത് ആവർത്തിക്കുവാണ് അവരുടെ വക്താക്കൾ വന്നിരുന്നിട്ട്. നാളെ താങ്കൾ ആരുടെ വക്താവാണ്? പറയൂ, താങ്കൾ ആരുടെ വക്താവാണ്? ഞാൻ ആരുടെ ഭർത്താവ്? ഞാനൊരു വ്യക്തിയില്ല, ഞാനൊരു. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. താങ്കളെ സംബന്ധിച്ച് സ്വാഭാവികമായും കേരളത്തിന് പൊതുവായി ഉണ്ടായ പുരോഗതി, ആ പുരോഗതി തള്ളിക്കളയേണ്ട കാര്യമില്ല. നമ്മൾ കുഴപ്പങ്ങളുണ്ട്, കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഇതുപോലെ പുതുവടികൾ വേണമെന്ന് ഞാൻ ചോദിക്കുന്നത്. എല്ലാവർക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ അറിയാം. അപ്പൊ ആ സാമ്പത്തിക പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ബഡ്ജറ്റ് മതിയെന്ന് ആരും ഒന്നും എതിർപ്പ് പറയല. അതിനില്ലാത്ത കാര്യങ്ങളൊക്കെ മെഡിക്കൽ കോളേജില് വിദേശികളെ കൊണ്ടുവന്നിരിക്കുന്നു. വിദേശികൾ ഇവിടെ വന്നാ ഞാൻ പറയാനുള്ള എന്താ പറയുക. ഓക്കെ, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ ഈ ബജറ്റ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്ത് നിൽക്കുന്നു, തെരഞ്ഞെടുപ്പ് മറുഭാഗത്ത് നിൽക്കുന്നു. സർക്കാർ പ്രഖ്യാപിച്ച ജനക്ഷേമ പരിപാടികളുണ്ട്, നേരത്തെ തന്നെ ഇത് മുടക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. കൂടുതൽ പണം കണ്ടെത്തേണ്ട അവസ്ഥയുണ്ട്. ജനങ്ങളുടെ മേൽ നികുതി ഭാരം ഏൽപ്പിക്കാതെ പണം കണ്ടെത്തുക. ഇങ്ങനെ ഈ വെല്ലുവിളികളൊക്കെ ഒരുവിധം ഒപ്പിച്ചു പോയി എന്ന് കരുതാനാവുമോ അതോ ഇതൊരു നല്ല ബഡ്ജറ്റാണോ മോശം ബഡ്ജറ്റാണോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? നമസ്കാരം സാറേ. നമസ്കാരം. സാറ് പറഞ്ഞ മാതിരി ഇത് ആരെങ്കിലും ജനദ്രോഹ ബജറ്റാണെന്ന് ആരെങ്കിലും ഞാൻ കേട്ടിട്ടില്ല. ജനദ്രോഹ ബജറ്റാണെന്ന് പ്രതിപക്ഷം പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് ജനദ്രോഹ ബജറ്റ് അല്ലാന്ന് മനസ്സിലായില്ല. ജനങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല. ആ സാമ്പത്തിക അവസ്ഥയിൽ അതിനേക്കാൾ രൂക്ഷമായിട്ടാണ് പറഞ്ഞത്. പ്രതിപക്ഷം പറഞ്ഞില്ലെന്ന് പറയുന്നത്, പ്രതിപക്ഷം പറഞ്ഞ അതിനേക്കാൾ രൂക്ഷമായിട്ടാണ്. ഇല്ല, പ്രതിപക്ഷം പറഞ്ഞ ജനദ്രോഹ ബജറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ആ വാക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അതിനേക്കാൾ രൂക്ഷമായിട്ടാണ്. ഒരു യാഥാർത്ഥ്യബോധമില്ലാത്ത ബജറ്റിന്റെ അന്തസ്സത്തെ തന്നെ പൊളിച്ചു കളയുന്ന രാഷ്ട്രീയ പ്രസംഗമാണ് നടത്തിയതെന്നുള്ള അതിരൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം നടത്തിയത്.
ഇവിടെ ഇതിനു മുന്നിപ്പോ പിണറായി ഫസ്റ്റ് ഗവൺമെന്റിൽ നടത്തിയ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. അന്നും പ്രതിപക്ഷം അങ്ങനെയാണല്ലോ പറയാം. പക്ഷെ ജനദ്രോഹം എന്ന് പറഞ്ഞ ഒരു വാക്ക് അവർ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഈ ബജറ്റിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. ഇനിയിപ്പോ ഇത് 2024-25 ബജറ്റാണ്. നമുക്ക് നോക്കാം കാരണം എങ്ങനെയാ വരണ കാര്യങ്ങളൊന്നും. പിന്നെ നമ്മളിപ്പോ ചെയ്ത കുറ്റം എന്ന് വെച്ചാൽ കേരളം ചെയ്ത കുറ്റം എന്താണെന്ന് വെച്ചാൽ സാറ് നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു, ഇവിടുത്തെ ജനസംഖ്യാ നിയന്ത്രണം ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ പല കാര്യങ്ങളും ഇതിനു മുന്നുണ്ടായിരുന്ന കേന്ദ്ര ഗവൺമെന്റുകൾ പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ നടപ്പാക്കി. അതുമാതിരി തന്നെ നമ്മൾ ദൂർത്തെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കും 30,000 കോടി അങ്ങോട്ട് മറ്റേ കിഫ്ബിയിൽ എടുത്തു എന്ന് പറഞ്ഞു. ഈ കിഫ്ബിയിൽ എടുത്ത ഫണ്ടുകൾ മുഴുവൻ നമ്മുടെ കേരളത്തിൽ തന്നെയാ ചെലവഴിച്ചിട്ടില്ല. ഇതൊന്നും എന്നാ മറ്റുള്ള ചില ഭാഗങ്ങളുണ്ട്, ഞാനില്ല ചെലവ് ദൂർത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഈ പേഴ്സണൽ സ്റ്റാഫ്, PSC മെമ്പർമാർ, അങ്ങനെ കുറെ ഭാഗങ്ങളുണ്ട്. അതൊന്നും ഞാൻ അത് തെറ്റ് തന്നെയാണ്. അതിനെ ന്യായീകരിക്കാനില്ല. പക്ഷെ നമ്മൾ കിഫ്ബി മുഖേന എടുത്ത ഈ MLA കഴിഞ്ഞ ഇതിലുണ്ടായിരുന്നു 140 MLA മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തല അടക്കം അദ്ദേഹത്തിന് ആദ്യം കുറെ എതിർത്തു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ 450 കോടി അത്ര. അപ്പൊ എല്ലാ MLA അവരുടെ മണ്ഡലത്തിൽ ചെലവാക്കാനായിട്ട് പൈസകൾ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ദൂർത്തെന്ന് പറയാനായിട്ട് നമുക്ക് കേട്ടില്ല. ഈ 30,000 കോടി കടമെടുത്തിട്ട് തന്നെ ചെയ്താണ്. പക്ഷെ അതിന്റെ ഡെവലപ്മെന്റ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് അത് കാണണമെങ്കിൽ മെഡിക്കൽ ശ്രീ രാജനാണ് കൊല്ലത്തുനിന്ന് ചേരുന്നത്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ബജറ്റ് എന്താ, കൊള്ളാമോ അതോ മോശമാണോ? ബജറ്റ് വളരെ നല്ലതാണ്. ഈ സംഗതി നികുതി പിരിക്കുകയും കൂട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നടത്താൻ പറ്റിയാൽ ഏറ്റവും ബെസ്റ്റ് ബജറ്റാണ്. കാരണം വെച്ചാൽ അങ്ങേര് തന്നെ പറഞ്ഞു, ഇപ്പൊ ക്ഷേമ പെൻഷൻ അടുത്ത 2 മാസത്തെ കൊടുക്കാൻ പോകുന്നു. പിന്നെ അതിനുള്ള പൈസ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കേന്ദ്രത്തിനെന്ന് പറഞ്ഞാൽ 70 രൂപ ഉള്ളായിരുന്നു കോൺഗ്രസ് ഭരിച്ചിട്ട് പോകുന്ന സമയത്ത് പെട്രോളിന്. അത് 105 രൂപ ആയത് അതിലൂടെയാണ് അവർ പൈസ കണ്ടുപിടിച്ചത്. അല്ലാതെ പിന്നെ രാമമന്ദിരം പണിഞ്ഞ് അവിടുന്ന് കൊണ്ടുവന്നതല്ലോ. അപ്പൊ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ബജറ്റും കാര്യങ്ങളും നികുതിയൊക്കെ കൂട്ടിയേ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, ആദ്യം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കേന്ദ്ര വിഹിതമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന 55%. 100 രൂപയുടെ ടാക്സ് ഇവിടുന്ന് കൊണ്ടുപോയാൽ 55 രൂപ നമുക്ക് തരുമായിരുന്നു. അത് കുറച്ച് കൊണ്ടുവന്ന് ഇപ്പൊ 31% തരുന്നത്. ഇപ്പൊ തന്നെ കർണാടകയും പോകുന്നു 7-ാം തീയതി സമരത്തിന്. കർണാടക ഗവൺമെന്റ് ഉണ്ടായിട്ട് ഇപ്പൊ 9 മാസം ആയിട്ടില്ല. എന്നിട്ട് അവർ പറയുന്ന അവരുടെ പൈസയെല്ലാം വെട്ടിക്കുറച്ചു. 67,000 കോടി അവരുടെ വെട്ടിക്കുറച്ചും കൊണ്ട് അവരെ 7-ാം തീയതി സമരത്തിന് പോവാണ്. ആ മുമ്പ് പറഞ്ഞ ആളൊക്കെ എന്തോ കണ്ടോണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് മനസ്സിലാകുന്നത്. വെറുതെ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയാ. അമിത്ഷാ ഇതിന് അമേരിക്ക പോയി ചികിത്സിക്കാൻ പോയത് അങ്ങനെ ഉണ്ടല്ലേ? ഇവിടെ രാമമന്ദിരത്തിൽ പോയാൽ മതിയായിരുന്നല്ലോ. തന്നെ പറഞ്ഞോളുക. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. കൊല്ലത്ത് നിന്നും മറ്റു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ മധുസൂദനാണ്. ശ്രീ മധുസൂദൻ, എന്ത് തോന്നുന്നു? ബാലഗോപാലിന്റെ ബജറ്റ് കൊള്ളാവുന്ന ഒരു ബഡ്ജറ്റാണോ അതോ മോശം ബഡ്ജറ്റാണോ അതോ ശരാശരി എത്ര മാർക്ക് താങ്കൾ കൊടുക്കും അതിന്? ഇതുവരെ കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മോശമായ ബഡ്ജറ്റാണ്. അതെന്താണ് താങ്കൾ അങ്ങനെ പറയുന്നത്? പറയുന്നത് വേണ്ടുന്ന കാര്യത്തിലൊന്നും ഇതേവരെ ഈ ക്ഷേമ പെൻഷൻ തന്നെ ഞാൻ തന്നെ പെൻഷൻ മേടിച്ച് മരുന്നുമൊക്കെ മേടിക്കുന്ന ഒരു കക്ഷിയാണ്. ഇതേ രാജ്യം ഈ 5-6 മാസം എന്ന് പറയുന്നത് എന്നെ പോലുള്ള ഒരു മരിച്ചു പോട്ടെന്ന് വിചാരിച്ചാൽ അല്ല, അതിന്റെ അർത്ഥം എന്താ? ഒരു മരുന്ന് ഗുളിക മേടിക്കണമെങ്കിൽ എത്ര രൂപ വേണമെന്നൊക്കെ ഇന്ന് ഈ പറയുന്ന ആൾക്കാർക്ക് അറിയാൻ വയ്യാതല്ലോ ആണ്. അപ്പൊ അത് കൊടുക്കാതിരിക്കുമ്പോ പിന്നെ നിറയിച്ച് കിടന്ന് മരിച്ചിട്ട് അത് കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുമെന്നല്ലേ ബജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്? 5-6 മാസം കൊണ്ടങ്ങ് സംവിധാനം ഒരുക്കുകയില്ല. കേന്ദ്രത്തിലെ കുറ്റം പറഞ്ഞിട്ട് ഇരിക്കാനാണോ ഭരണം? ഈ ഭരണം അങ്ങോട്ട് ഏൽപ്പിച്ചത് ചുമ്മാ കേന്ദ്രത്തിലെ കുറ്റം പറഞ്ഞിട്ടിരിക്കാനില്ല. ഇവിടെ തന്നെ കേന്ദ്രം തരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? അതായിരിക്കാം. അതൊക്കെ നോക്കേണ്ടത് അവരുടെ കടമയാണ്. ശരി, താങ്കൾക്ക് സ്വാഭാവികമായും പെൻഷൻ വൈകുന്നതിൻ്റെ പ്രയാസം മനസ്സിലാക്കുന്നു. അതുകൊണ്ടുള്ള പ്രതികരണം കൂടി മനസ്സിലാക്കുന്നു. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ ബജറ്റിനെ കാണുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിനെക്കൂടെ എന്ത് ഗുണമുണ്ട്? നിങ്ങൾ പേരൊന്നും വേണ്ട, ഒരു 50 രൂപ ആ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചോ. നിങ്ങൾ 2 മാസം ക്ഷേമ പെൻഷൻ കൊടുക്കൂന്ന് പറഞ്ഞു. അല്ല, ഈ വർദ്ധിപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് ഈ ശ്രീദാസൻ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ട് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം, അത് അംഗീകരിക്കേണ്ടതാണ്. വർദ്ധിപ്പിച്ചോ എന്ന് നോക്കുമ്പോൾ ഈ സർക്കാർ കയറിയിട്ടാണ് ക്ഷേമ പെൻഷൻ ചെറിയ തുകയിൽ നിന്ന് ഇത്ര വലിയ വർധനവൊക്കെ വരുത്തിയത് ഈ സർക്കാരാണ്. നിങ്ങൾ ഈ തരത്തിൽ പറയല്ല, അതൊക്കെ കാലാകാലങ്ങളായിട്ട് വർധനമുണ്ടാവും. അങ്ങനെ കാലാകാലങ്ങളായിട്ട് അത്രയും വർധനയൊന്നും ഉണ്ടായിട്ടില്ല ശ്രീദാസൻ. എത്ര കാലം കൊണ്ടാണ് ഈ 600 രൂപ ആയത്? അവിടെ നിന്ന് 1600 രൂപയിലേക്ക് ഇത് വർദ്ധിച്ചത്. കുടിശ്ശിക ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അതിനെ നമ്മൾ വിമർശിക്കുകയും വേണം.
അല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ കാര്യം. ഈ നാട്ടിൽ അത് നിങ്ങൾ ഇങ്ങനെ നിങ്ങളെപ്പോഴത്തെ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ പറഞ്ഞാലോ അത് ഭയങ്കര അത്ഭുതം തോന്നും നിങ്ങളുടെ കാര്യം. അങ്ങനെയല്ലേ പറയേണ്ടത്? അല്ല, നിങ്ങൾ ഈ പാവപ്പെട്ട നിങ്ങൾക്കറിയാം, ഈ പാവപ്പെട്ട നാട്ടിൽ നിങ്ങൾക്ക് 50-60 ശമ്പളം ഉണ്ടാവും, അനക്കും ചെറിയ ശമ്പളം ഉണ്ട്. പക്ഷെ ഈ നാട്ടിലെ ഒരു ഗതിയില്ലാതെ പട്ടിണി പാവങ്ങളെ ഒരു ബാങ്ക് ജോലിക്കാരെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും കയറി ഇറങ്ങുക പാവങ്ങൾ. ഇങ്ങനെ പെൻഷൻ വന്നു, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ സർക്കാർ ജനങ്ങൾക്ക് ക്ഷേമത്തെ കൊടുത്തു. ഞാൻ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ കോവിഡിന് മുറിഞ്ഞ സമയത്ത് 25,000 കോടി രൂപയുടെ ഭാഗം വന്ന് എങ്ങനെ ഈ ശമ്പളം കൂട്ടിയിട്ട് ഇനിയിപ്പോ ഉടനടി ഒരു പരിഷ്കരണം നടത്തും, ശമ്പള പരിഷ്കരണം. എങ്ങനെ ശമ്പളം കുറക്കണം, ശമ്പളവും പെൻഷനും കുറക്കണം. എന്തൊരവസ്ഥയായത്? എന്നിട്ട് നിങ്ങളെപ്പോ താങ്കൾ പറയുന്നത് എങ്ങനെയാണ്? സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കുറയ്ക്കണമെന്നാണ് പറയുന്നത്. കുറക്കല്ലേ പോകണം. നിങ്ങൾ കാലാകാലങ്ങളായിട്ട് ഈ ഇലക്ഷന് വോട്ട് കെട്ടാൻ ചെയ്യുന്ന പണിയിൽ 5 കൊല്ലം കൂടുന്നതിനെ കൂട്ടി ഏടിയെത്തിയപ്പോ ഭാര്യയും ശരി, താങ്കളുടെ അഭിപ്രായം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കുന്നു. ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക ഉള്ളതിനെ അങ്ങനെ തന്നെ പറയണം. കുടിശ്ശിക പ്രയാസമാണ്, അതിനു മുമ്പ് ഒരാളും പറഞ്ഞ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് കൂട്ടിയില്ല, അതൊരു കുറവായി പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അത് അങ്ങനെയല്ല, ഈ സർക്കാരിൻ്റെ അധികാരത്തിലേറിയ ശേഷമാണ് ഈ തുകയിൽ വലിയ വർധനവ്, മറ്റ് കാലങ്ങളുണ്ടായ വർധനവിനേക്കാൾ ഇരട്ടിയിലധികം വർധന ഉണ്ടാക്കിയത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ വേണം കുടിശ്ശിക ഉണ്ടാകുന്ന കാര്യങ്ങൾ പറയുമ്പോഴും രണ്ടായി തന്നെ കണ്ടു പറയേണ്ടത് തന്നെയാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയാണ് ആലത്തൂരിൽ നിന്നും ശ്രീ മോഹൻദാസ് ആണ്. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ബജറ്റ് ഒരു മെച്ചപ്പെട്ട ബജറ്റാണോ അതോ മോശം ബജറ്റാണോ ശരാശരി ബജറ്റാണോ, എന്താണ്? ഈ ബജറ്റിന്റെ നന്മ തിന്മയല്ല പറയുന്നത്. ഈ ബജറ്റ് എങ്ങനെ വന്ന് പര്യവസാനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സഹകരണ ബാങ്കിലെ ചീഫ് പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ്. അപ്പൊ ഞങ്ങൾ ബഡ്ജറ്റ് ചെയ്യാറുണ്ട്. ഈ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ ഒരു റിയലിസ്റ്റിക് ബഡ്ജറ്റാണ് മാക്സിമം നമ്മൾ ചെയ്യുക. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മാർച്ച് ആകുമ്പോഴേക്കും ഈ സ്റ്റിക്കി ലോൺസ് മിക്കവാറും നമ്മൾ കളക്ട് ചെയ്യും, അതിന്റെ ഇൻട്രസ്റ്റുകളെങ്കിലും കളക്ട് ചെയ്യും. അപ്പൊ അത് കാരണം കൊല്ലാവസാനം ഇത് നമ്മൾ ഓഡിറ്റ് കഴിഞ്ഞ് റിപ്പോർട്ട് വരും, അത് പ്രോഫിറ്റ് ആയിരിക്കും. അത് മറ്റേ മെമ്പേഴ്സിനും ഗുണമുള്ളതാണ്. ഡിവിഡൻഡ് മാക്സിമം ഡിവിഡൻഡും കൊടുക്കും. അതുപോലെ തന്നെ ഇതില് ഇവരൊക്കെ ഈ ബഡ്ജറ്റ് ഉണ്ടാക്കിയാലും ഈ ചോർച്ച, നമ്മുടെ ഗണേഷ് കുമാർ പറഞ്ഞ പോലെ ചോർച്ച ഇവർ കാണുന്നില്ല, ഇപ്പോഴും കാണുന്നില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു ഓട്ടോറിക്ഷയുടെ ഇത് ഞാൻ ചെക്ക് ചെയ്ത് ഇറങ്ങി. 2018 വണ്ടി എടുത്തിട്ട് ഇതുവരെ ഒരു ടാക്സും അടച്ചിട്ടില്ല, ടെസ്റ്റ് നടത്തിയിട്ടില്ല, ഇൻഷുറൻസും ഇല്ല, പുക പോലും ഇല്ല എന്ന് നടക്കുന്നുണ്ട്. അതിന് പരാതി കൊടുത്തിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് പാലക്കാട്ടേക്ക്. കൊടുത്തിട്ട് ഇപ്പൊ ഒരാഴ്ചയായി. അപ്പൊ അവര് എന്ത് ചെയ്യുന്നറിയില്ല. ഇതേപോലെ ആയിരക്കണക്കിന് ഓട്ടോറിക്ഷകൾ, ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ഈ ടാക്സ് മുഴുവൻ അവിടെ പോകുന്നു. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട് ആലപ്പുഴയിൽ നിന്നും ശ്രീ പ്രകാശനാണ്. ശ്രീ പ്രകാശൻ, താങ്കൾ ഈ ബഡ്ജറ്റ് പ്രസംഗമൊക്കെ കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കൾ എത്ര മാർക്ക് കൊടുക്കും ബാലഗോപാലിന്റെ ബജറ്റിന്? രാവിലെ തൊട്ട് ബഡ്ജറ്റ് പ്രസംഗങ്ങൾ കേട്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിൽ ജില്ലയിൽ നിന്നാണ് ഞങ്ങൾ കനലൊരുതരീനെ കരകയറ്റി വിട്ടത് കഴിഞ്ഞ പാർലമെന്റ് ആരിഫിന. ആലപ്പുഴയിലെ കയർ ഫാക്ടറി തൊഴിലാളിയാണ് ഞാൻ. കയർ മേഖലയിലേക്ക് ഒരു പൈസ പോലും വകവൊളിച്ചിട്ടില്ല. ആ വ്യവസായത്തെ പുറന്തള്ളിയിരിക്കുന്ന ഒരു പ്രതീതിയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ മനസ്സിൽ പറയുന്നത് അനുസരിച്ച് ഞങ്ങൾക്ക് സാധാരണ കേന്ദ്രം തല്ലുന്ന പരാതിയാണ് ഇവർ പറയുന്നത്. ഇപ്പൊ ഈ പണ്ട് കാലത്തൊരു പഴഞ്ചൊല്ലുണ്ട്, ഈ പട്ടി വൈക്കോലിൽ കിടക്കുന്നു പറയുമ്പോൾ പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല, പട്ടിയോട് തിന്നുകയില്ല. ഇവരിവിടെ നിന്ന് മാറിക്കൊടുക്കുകയാണെങ്കിൽ കേന്ദ്രം ജനങ്ങൾക്ക് കൊടുക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പൊ ഞങ്ങൾക്കുള്ളത്. അതെന്താണ് അങ്ങനെ തോന്നാൻ കാരണം? തോന്നാൻ കാരണം ഇവര് മാറിയ സംസ്ഥാനത്തൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് പരാതിയില്ല, ഇവരില്ലാത്ത സംസ്ഥാനത്ത് പരാതിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കേന്ദ്രം ഒരു വിവേചനം കാണിക്കുന്നു എന്നുള്ളതല്ലേ? രാഷ്ട്രീയം നോക്കിക്കൊണ്ട് കേന്ദ്രം സംസ്ഥാനങ്ങളോട് വിവേചനം കാണിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം? ഇവര് പറയുന്ന വിവേചനം താങ്കൾ തന്നെയല്ലേ പറഞ്ഞത് ഇവരല്ലാതെ മറ്റുള്ളവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ? കയർ മേഖലയ്ക്ക് എന്ത് വിളിച്ച് അത് കയർ മേഖലയുടെ വിഷയം വേറെ വിഷയം. താങ്കൾ പറഞ്ഞത് ഈ ഭരണം മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നവർ തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പരാതി ഉണ്ടാവില്ല എന്നല്ലേ? ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഇവരുള്ളത് കൊണ്ടാണ് ഇപ്പൊ കിട്ടാത്തതല്ലേ ഇവർ മനസ്സിലാക്കുന്നത്. ജനം മനസ്സിലാക്കുന്നത് അതാണ്. അത് തെറ്റല്ലേ എന്നാണ് എന്റെ ന്യായമായ സംശയം ചോദിച്ചത്. സംസ്ഥാനത്ത് ആര് ഭരിച്ചാലും സംസ്ഥാനത്തിന് കൊടുക്കേണ്ടത് ന്യായമായും കൊടുക്കാൻ കേന്ദ്രം ബാധ്യതയില്ലേ? ഈ സംസ്ഥാനത്തിന് മാത്രമേ പരാതിയുള്ളൂ. ഈ സംസ്ഥാനത്തിന് മാത്രമല്ല, കർണാടക അടുത്ത ദിവസം സമരത്തിന് പോവുകയാണ്. തമിഴ്നാടിന് പരാതിയുണ്ട്, ബംഗാളിന് പരാതിയുണ്ട്, തെലങ്കാനയ്ക്ക് പരാതിയുണ്ട്. ഇപ്പൊ ആലപ്പുഴക്കാരനായ ഞാൻ പറയുന്നത് കയർ മേഖലയ്ക്ക് എന്ത് കൊടുത്ത്? അത് രണ്ട് വിഷയമല്ലേ? അത് ചോദ്യം ആ ചോദ്യത്തോട് മറുചോദ്യം ചോദിച്ചില്ലല്ലോ. കൊടുത്ത് എന്ത് കൊടുക്ക്? ശരി, ഓക്കെ. ഞാൻ ചോദിക്കുന്നത് കയർ മേഖല, ഞാൻ കയർ ഫാക്ടറി തൊഴിലാളിയാണ്. എന്ത് കൊടുത്തു ഇവര്? 8 വർഷമായിട്ട് 10 പൈസ കൂട്ടിക്കൊടുത്തിട്ടില്ല, വില വർദ്ധിപ്പിച്ചിട്ടില്ല. വ്യവസായം മുഴുവൻ ഈ നാട്ടിൽ നിന്ന് പറിച്ചു തൊട്ട് അതാണ് ചെയ്തത്. ശരി, ഓക്കെ. താങ്കൾ ആ പറഞ്ഞ വിഷയം പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കയർ മേഖലയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഗൗരവമായി തന്നെ പരിഗണിക്കേണ്ടതാണ്. സെബാസ്റ്റ്യനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ സെബാസ്റ്റ്യൻ, താങ്കൾ എങ്ങനെയാണ് ഈ കെ എൻ ബാലഗോപാലിന്റെ ബജറ്റിനെ വിലയിരുത്തുന്നത്? ഞാൻ ആലപ്പുഴയല്ല സാർ, ഞാൻ കണ്ണൂർ ഇരിട്ടിയാണ് സാർ. കണ്ണൂർ ഇരിട്ടി, ക്ഷമിക്കണം, ഞാൻ കേട്ടതിലെ പിഴവായിരിക്കും.
നമുക്ക് പക്ഷേ ഞാൻ കാർഷിക മേഖലയിലുള്ള ആളാണ്. ഇടുക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക മേഖലയാണ്. എന്താണ് സാർ ഉള്ളത്? കാർഷിക മേഖലയ്ക്ക് എന്താണ് സാർ ഉള്ളത്? ഇപ്പൊ റബ്ബറിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആകപ്പാടേക്കും കർഷകരെ വല്ലാതെ ആനയും കുരങ്ങും അതുപോലെ തന്നെ പന്നിയും കടുവയും പുലിയും ഒക്കെ ഇറങ്ങിയിട്ട് ജനങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ട് വരുന്നത്. കാർഷിക മേഖലയ്ക്ക് ഒന്നുമില്ല സാർ. ഇതിനകത്ത് എന്താ ഉള്ളത്? റബ്ബറിന് കഴിഞ്ഞ പ്രാവശ്യം ഇൻസെന്റീവ് കൊടുക്കുമെന്ന് പറഞ്ഞു എല്ലാവരോടും. ഈ അടുത്ത് വരെ നമുക്ക് അതിനുവേണ്ടിയുള്ള അപേക്ഷ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഈ അടുത്ത് ഇപ്പൊ ജനങ്ങളെ കണ്ണിൽ പണിയിടാൻ തെരഞ്ഞെടുപ്പിന് പേരിൽ ഇതാർക്കും കിട്ടുന്നില്ല സാർ. പിന്നെ 10 രൂപ കൂട്ടിയെന്ന് പറയുന്നു. എന്താണ് അതിനകത്തുള്ളത്? ഈ പന്നിന്നതൊക്കെ ഒന്ന് ഈ കൃഷി നശിപ്പിക്കുന്നതിനെതിരെ ഒന്നുമില്ല, കർഷകർക്ക് ഒന്നുമില്ല. ശരി, കാർഷിക മേഖലയോട് ഗൗരവമായ ഗൗരവമായ വിഷയം കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു ചന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ബജറ്റ് ഒരു കൊള്ളാവുന്ന ബജറ്റാണോ, മോശം ബജറ്റാണോ, അതോ ഒരു ശരാശരി ബജറ്റാണോ? എങ്ങനെയാണ് താങ്കളുടെ അഭിപ്രായം? ബഡ്ജറ്റിനെ പറ്റി ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ. പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, സാമ്പത്തിക അച്ചടക്കമില്ലാതെ മുന്നോട്ട് പോയതിന്റെ ഒരു പരിണതഭാവ സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എന്താ വെച്ചാൽ വീണ്ടും ജനങ്ങളെ എന്താണെന്ന് വെച്ചാൽ നികുതി പിരിവിലേക്ക് തിരിച്ചു വിടുന്നു. അതിനകത്ത് ഒന്ന് പ്രധാനമായിട്ടുള്ള നികുതി പിരിവ് എന്ന് വെച്ചാൽ മദ്യം, രണ്ടാമത് ഭൂമി. അതായത് ഒരു ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളിന്റെ താഴ്ഭാഗം നിലവിൽ നികുതി ഉണ്ട്. ആ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളെന്ന് പറയുമ്പോൾ ഏറ്റവും 11 നിലയുണ്ടെങ്കിൽ ആ 11 നിലയിലെ മേളിലുള്ള ആളിന് നികുതി കൊടുക്കുന്നോന്നാണോ സാർ പറയുന്നത്? താഴത്തെ ഭൂമിക്ക് അതായാലും നികുതി ഉണ്ട് സാർ, നിലവിൽ നികുതി ഉണ്ട്. അങ്ങനെയല്ല, ഫ്ളാറ്റിന്റെ നികുതി വരുന്നത് എത്ര ഫ്ളാറ്റിന് എണ്ണമുണ്ടോ ആകെയുള്ള ഭൂമിയെ അത്രയും എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെയാണ് അതിന്റെ നികുതി വരുന്നത്. സാർ ഓൾറെഡി ആ താഴത്തെ ഭൂമിക്ക് നികുതി കൊടുക്കുന്നുണ്ട് സാർ. ഉണ്ടെന്നാണ് എന്റെ അറിവ് സാർ. പിന്നെ എങ്ങനെയാ സാർ പിന്നെ ഒരു നികുതിയും കൂടെ ചുമത്തുന്നത്? അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മളുടെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏതെല്ലാം മേഖലയിൽ പിടിക്കാമോ ആ സ്ഥിതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഒരു വല്ലാത്ത അവസ്ഥയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ സാമ്പത്തിക അച്ചടക്കമില്ലാതെ മുമ്പോട്ട് പോയതിന്റെ പരിണിത ഫലമാണ് സാർ നമ്മൾ ഇന്ന് അനുഭവിക്കാൻ പോകുന്ന എല്ലാവരും. ഇത് കൂടുതലൊന്നും പറയാനില്ല സാർ. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ വളരെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ചർച്ച ഈ ന്യൂസ് 18 പൊതുവേദി ഇനിയും തുടരും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയാണ് ന്യൂസ് 18 പൊതുവേദിയിൽ. തിരുവനന്തപുരത്ത് നിന്നും ജയകുമാറാണ് ചേരുന്നത്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു ജനപ്രിയ ബജറ്റാണോ അതോ ജനങ്ങളുടെ മേൽ ഭാരം ഏൽപ്പിക്കുന്ന ഒരു ബജറ്റാണോ? എന്താണ് അഭിപ്രായം? ഇത് ജനങ്ങളുടെ മേലിൽ ഭാരം അടിച്ചേൽപ്പിക്കുകയാണെന്നുള്ളത് വ്യക്തമാണ്. കാരണം എന്താണെന്ന് വെച്ചാല് ഫ്ലാറ്റിന്റെ ഇതുപോലെ ചാർജ്, വസ്തുവിന്റെ നികുതി, വസ്തുവിന്റെ മറ്റേ ഈ ന്യായവില, ഇതെല്ലാം കൂട്ടി ജനത്തിന്റെ മേലെ അധിക ഭാരം ഉണ്ടാക്കുകയാണ്. ചില വിഭാഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുത്ത് ഇലക്ഷന് മുമ്പായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിനെയും കേരളത്തിനെയും കുറ്റം പറയുകയും അതോടൊപ്പം തന്നെ ചില വിഭാഗത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ RCC ഇതിനും മറ്റേ കാരുണ്യയുടെയൊക്കെ ഫണ്ട് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഇത് ചെയ്തിരുന്നെങ്കിൽ ഏതെങ്കിലും പാവങ്ങൾക്കെങ്കിലും ഒരു ഗുണം കിട്ടിപ്പോയേനെ. പിന്നൊന്ന് പറയാനുള്ളത്, ഈ 600 രൂപ ആയിരുന്ന ഇത് 1600 രൂപ ഈ സർക്കാർ ആക്കിയിട്ട് പറയണം. 300 രൂപ ഉണ്ടായിരുന്നതാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 600 ആക്കിയത്. അന്ന് ജനത്തിന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. ഇന്ന് 2-2.5 ഇരട്ടി കൂട്ടിയിട്ട് 20-25 ഇരട്ടി കൂടുതലാണ് ഈ സാധനത്തിന്റെ ഒക്കെ വില. 2-2.5 ഇരട്ടി കൂട്ടിയിട്ട് 20-25 ഇരട്ടി കൂടുതലാണ് ഇന്നത്തെ വില. അതുകൊണ്ട് ഈ 1600 ആക്കിയതുകൊണ്ട് ജനത്തിന് യാതൊരു പ്രയോജനവും ഇല്ല. ആ ഇത് പറഞ്ഞെങ്കിൽ അവർ ആ വില കുറച്ചെങ്കിലും നിർത്തിയിരുന്നെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനം കിട്ടിയാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകരുണ്ട്, ദുബായിൽ നിന്നും അബ്ദുൾ റഹ്മാനാണ്. ശ്രീ അബ്ദുൾ റഹ്മാൻ, താങ്കൾ ദുബൈയിലൊക്കെ ആണെങ്കിലും കേരളത്തിൻ്റെ ബജറ്റ് വിശദമായി തന്നെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ബഡ്ജറ്റ് ഇതിൽ കൂടുതൽ, കാരണം നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കേന്ദ്രം തന്നെ കേരളം കൂടി ഭരിക്കണമെന്ന്. കാരണം പറഞ്ഞാൽ വല്യേട്ടനെ ഇഷ്ടപ്പെടുന്നില്ല, വല്യേട്ടന്റെ തെറ്റായ കാര്യങ്ങള്. അതുകൊണ്ട് കേരളത്തിലുള്ള ഒരു കുട്ടികൾ പോലും 10% അല്ലാതെ അതിൽ കൂടുതൽ ആരും ഇഷ്ടപ്പെടുന്നില്ല, അവരെ അംഗീകരിക്കുന്നില്ല, അവർ കേരളത്തിൽ വേണ്ട എന്നുള്ള. അപ്പൊ അതിനുള്ള പ്രതികാരമായിട്ട് ഇനിയിപ്പം വല്യേട്ടൻ കൊടുക്കാൻ അവകാശപ്പെട്ടത് ഇനി കൊടുക്കില്ല, ഞങ്ങൾക്ക് തരാതെ എന്നുള്ള ഒരു ഭീഷണിയുടെ തരത്തിലാണ് ഇപ്പം
പണങ്ങളെല്ലാം കേരളത്തിന്റെ പിടിച്ചു വെച്ചിട്ടില്ല. പക്ഷെ എന്നിട്ടും കേരളം അവരാൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ കടമെടുത്തിട്ടും വാങ്ങിയായാലും നിയന്ത്രിച്ചിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. ചിലയിടത്ത് കൂട്ടുന്നുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച അപ്പുറം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തിന് ഒരു ഉപകാരവും ഇല്ലാതെ മുതലാളിമാർക്ക് മാത്രം വേണ്ടിയിട്ട് അവതരിപ്പിച്ച ആ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ ഇപ്പൊ ഇവിടെ വന്നിട്ട് നിലവിളിച്ചിട്ട് CPM-നെയും കേരളത്തെയും കുറ്റം പറയുന്നവന്മാർക്ക് ആ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ആഹ്ലാദമായിരുന്നു. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. താങ്കൾ പറഞ്ഞോളൂ. അവന്മാർക്ക് അല്ല, കേന്ദ്രത്തിന് എന്താണ് ജനങ്ങൾക്ക്? കാരണം പറഞ്ഞാൽ അവർ ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ നിലപാട് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. എന്തായാലും മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ഹലോ, തൃശ്ശൂരിൽ നിന്നും പ്രഭാത് കുമാറാണ്. പ്രഭാത് കുമാർ തന്നെയല്ലേ പേര്? ഓക്കെ, ആ പേര് കേട്ടല്ലേ സംശയിക്കുന്നുണ്ട്. എന്തായാലും ശ്രീ പ്രഭാത് കുമാർ, താങ്കൾക്ക് എന്താണ് അഭിപ്രായം? ഈ ബജറ്റൊക്കെ താങ്കൾ കണ്ടു കാണുമല്ലോ, എന്തായാലും വാർത്തയിലൂടെ ഒക്കെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു കൊള്ളാവുന്ന ബജറ്റാണോ? സാറേ, ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ മാറി മാറി ഭരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബഡ്ജറ്റ്, കോൺഗ്രസ് ഭരിക്കുമ്പോഴും ബഡ്ജറ്റ് വെച്ചായിരുന്നു, മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴും ബഡ്ജറ്റ് വെച്ചായിരുന്നു, മാറി വരുന്ന മന്ത്രിസഭകളൊക്കെ ബഡ്ജറ്റ് വെച്ചായിരുന്നു. സാറേ, ഇപ്പൊ ഓരോ പ്രാവശ്യം ഓരോ ബഡ്ജറ്റ് ഇവർ പാസ്സാക്കുമ്പോ കഴിഞ്ഞ ബഡ്ജറ്റിൽ പാസ്സാക്കിയത് മുഴുവനും ഈ ബഡ്ജറ്റ് വരുമ്പോഴേക്കും നടപ്പാക്കിയിട്ടുണ്ടോ സാറേ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. പലപ്പോഴും ബജറ്റുകളിൽ പ്രഖ്യാപനങ്ങൾ അടുത്ത ബജറ്റ് വരുമ്പോൾ എത്ര എണ്ണം നടപ്പായി എന്നുള്ള ഒരു കൃത്യമായ കണക്കെടുപ്പും അതെല്ലാം പരിശോധിക്കേണ്ടത് തന്നെയാണ്. താങ്കൾ പറയുന്നത് ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. എല്ലാ ബജറ്റിലും അത് ആവശ്യവുമാണ്. പിന്നെ അതുപോലെ തന്നെ ഭൂതം ഭാവി വർത്തമാനം സാറേ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവുന്നതാണ്. ഒരു ജോലത്തിന്റെ അടുത്ത് പോയാൽ പറയും ഭൂതം ഭാവി വർത്തമാനം. ഭൂതം കഴിഞ്ഞു സാറേ, ഭാവി വർത്തമാനം. ഭാവി വർത്തമാനത്തില് ഭാവി നമ്മൾക്ക് പ്രവചിക്കാം. വർത്തമാനകാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ ബഡ്ജറ്റ് ഒക്കെ പാസ്സാക്കുമ്പോ ഇങ്ങനെ ഓരോ പ്രതീക്ഷകളും ജനങ്ങൾക്ക് കൊടുത്തിട്ട് എന്തിനാ സാറേ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, അല്ലെ? പൊതുജനത്തിന്റെ നികുതി സാറേ, പൊതുജനത്തിന്റെ നികുതി, കറണ്ട് ബില്ല്. എന്നെ പോലൊരു കൂലിപ്പണിക്കാരെ, ശരാശരിക്കാരെ 800 രൂപ കൂലിപ്പണിക്കാരനാണ് ഞാൻ സാറേ. ഈ 800 രൂപയ്ക്ക് ഇന്ന് കറണ്ട് ബില്ല് അടച്ചത് 149 രൂപ സാറേ. കറണ്ട് ബില്ല് മുൻപ് കൂട്ടി, അത് കഴിഞ്ഞിട്ട് വീണ്ടും കൂട്ടണു. മദ്യത്തിനോട് നമുക്ക് താല്പര്യമില്ല, നമ്മള് മദ്യപ്രിയനുമല്ല സാറേ. ഇങ്ങനെ ഒരു സാധാരണക്കാരനെ ഞെക്കിയാണ് ഭാര്യ, മക്കള്, ഇത് 2 പെൺകുട്ടികള്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യമാണ്. സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കൾ ഈ ബജറ്റ് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് എന്താണ് ഈ ബജറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം? നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. എന്റെ അഭിപ്രായത്തില് LDF 5 കൊല്ലം പൂർണ്ണമായും ഭരിക്കും. അതിന്റെ 5 കൊല്ലം പൂർത്തിയായതിനു ശേഷമാണ് ഇറങ്ങിപ്പോയുള്ളൂ. അതിന്റെ ഇടയ്ക്ക് എല്ലാ കാര്യങ്ങളും ബജറ്റിൽ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തുകയും ചെയ്യും. അതിൽ ഒരു വിട്ടുവീഴ്ചയും കേരള സർക്കാർ പുറകോട്ട് പോയില്ല. പിന്നെ ബഡ്ജറ്റ് ഇടതുപക്ഷ പ്രവർത്തകനാണോ? ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. 38 കൊല്ലം ഞാൻ കോൺഗ്രസ് പ്രവർത്തിച്ച ആളാ. ഞാൻ കോൺഗ്രസിന്റെ ബ്ലോക്കിന്റെ ഒക്കെ ഭാരവാഹിത്വം വഹിച്ച ആളാ. എന്താണ് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയത്? എന്തോ? പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയത്? കോൺഗ്രസിന്റെ പോരായ്മ ഞാൻ ഇന്ന് രമേശ് ചെന്നിത്തല വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. കാരണം നിയമസഭയില് പ്രതിപക്ഷ കക്ഷികൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. ഈ ഇവിടുത്തെ സാധാരണക്കാരന് ഈ പെൻഷൻ പോലും നിർത്തിവെച്ചിരിക്കുക. അതിനെതിരെ ഈ പ്രതിപക്ഷ കക്ഷികൾ എന്ത് ചെയ്തു? അത് കേന്ദ്രത്തിൽ പെടുത്താത്തത് എന്തുകൊണ്ടാണ്? അവരെ കാര്യങ്ങൾ മുറ പോലെ നടക്കുന്നുണ്ട്. അവർക്ക് ഊണും ഉറക്കും ഒക്കെ. രമേശ് ചെന്നിത്തല എന്ത് പറഞ്ഞു താങ്കൾ വിളിച്ചപ്പോൾ? എന്തോ താങ്കൾ വിളിച്ചപ്പോൾ രമേശ് ചെന്നിത്തല എന്ത് പറഞ്ഞു? ഞാൻ ശ്രദ്ധപ്പെടുത്താം, സർക്കാരിന്റെ ശ്രദ്ധപ്പെടുത്താൻ. അത് എപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതാണല്ലേ? ഞാൻ മുരളീധരൻ വിളിക്കാറുണ്ട്, രമേശ് ചെന്നിത്തല വിളിക്കാറുണ്ട്. ഇന്ന് വിളിച്ചു, ഇന്നൊരു 3 മണിക്ക് ഞാൻ വിളിച്ചു. ശരി, ഓക്കെ. അതൊക്കെ ഒരു മിനിറ്റ്. പിന്നെ പെൻഷൻ നമ്മളെപ്പോഴുള്ള ആള് വേറെ രോഗിയാണ്. ഞാനൊക്കെ അംഗവൈകല്യ ആളാ. എനിക്കൊന്നും പെൻഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രയാസത്തിലാണ്. രോഗങ്ങൾ ഉള്ള ആളാ ഞങ്ങള്. അപ്പൊ അതിനെതിരെ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ എന്ത് ചെയ്തു? അവർ കേന്ദ്രത്തെ ശ്രദ്ധപ്പെടുത്തണ്ടേ? ഇങ്ങനെ കേരള സർക്കാർ പെൻഷൻ പോലും കൊടുക്കുന്നില്ല എന്ന് പറയാതെ ഇവര് ഇങ്ങനെ കേന്ദ്രത്തിനെതിരെ സമരം പോലും നടത്തുന്നില്ലല്ലോ. ഈ കർണാടക പൈസ കിട്ടാത്തപ്പോൾ സമരം ചെയ്യുകയും എല്ലാം വേണ്ടേ? എന്തോ? കേന്ദ്രത്തിൽ നിന്ന് പൈസ തരുന്നില്ലെങ്കിൽ അതിന് സമരം ചെയ്യുകയും കൂടെ വേണ്ടേ അതിന്റെ കൂട്ടത്തിൽ?
അത് കാരണം കേരള സർക്കാർ പറഞ്ഞപ്പോ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ BJP കൂടെയല്ലേ കൂടുന്നേ. അപ്പൊ ശ്രദ്ധപ്പെടുത്തേണ്ടത് ഈ പ്രതിപക്ഷ ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം ഇതാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ദാമോദരനാണ്. ശ്രീ ദാമോദരൻ, താങ്കൾ എങ്ങനെയാണ് ഈ ബജറ്റിന് താങ്കൾ എത്ര മാർക്ക് കൊടുക്കും? ദാമോദരൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തകരാറുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വീണ്ടും ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. ഒരു ചെറിയ ഇടവേള. കേരള ബഡ്ജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിനെ കുറിച്ചാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് വരുന്നത്. ശോഭകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീ ശോഭകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു കൊള്ളാവുന്ന ബജറ്റാണോ, മോശം ബജറ്റാണോ, അതോ ഒരു ശരാശരി ബജറ്റാണോ? എന്താണ് ഈ ബജറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് യാതൊരു ഗുണമില്ലാത്ത ബഡ്ജറ്റാണ്. എന്തിനാണ് ഇങ്ങനെ സർക്കാർ ഇങ്ങനെ ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെന്ന് പോലും സാധാരണക്കാരെ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. കേന്ദ്രത്തിൽ നിന്നൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രമേ അവർ പറയുന്നു. കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ സംഭവങ്ങളെ അവർ ജനങ്ങൾക്ക് കൊടുക്കുകയും കേരള വികസനത്തിന് ആവശ്യമായ സംഭവങ്ങൾ ചെയ്യാതെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടില്ല എന്ന് മാത്രമേ ഇവരിങ്ങനെ പഴി പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇവരെ ദൂർത്ത് കുറയ്ക്കാനും മുഖ്യമന്ത്രിയുടെയും ഈ മന്ത്രിമാരുടെയും ദൂർത്ത് കുറയ്ക്കാനൊന്നും ഇവർ അതിനുള്ള ഒരു സംവിധാനം ചെയ്യാതെ എല്ലാ നികുതികളും ജനങ്ങളെ പുറത്ത് അടിച്ചേൽപ്പിക്കുന്ന ഇതൊരു ജനങ്ങളെ കാര്യമായ നികുതി വർധനവ് ഈ ബജറ്റിലുണ്ടോ? ഇല്ലല്ലോ. എല്ലാം ഉണ്ട്. സാധാരണക്കാരന് ക്ഷേമ പെൻഷനിൽ ഒരു ഇതുമില്ല. അതേപോലെയുള്ള ഇപ്പൊ ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു ആൾക്കാർ അവർ ആ കയർ മേഖലയിലുള്ള സുഹൃത്ത് പറഞ്ഞ അതൊക്കെ വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ്. ഇങ്ങനെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ വളരെ തഴഞ്ഞുകൊണ്ടുള്ള ഒരു മോശം ബഡ്ജറ്റായിപ്പോയി. വളരെ ദുഃഖമുണ്ട്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പാലയിൽ നിന്നും ഉമേഷ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥ, മുന്നിൽ നിൽക്കുന്ന തെരഞ്ഞെടുപ്പ്, ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്നാണ് ബജറ്റ് അവതരിപ്പിച്ചത്. അതൊരു മെച്ചപ്പെട്ട ബജറ്റാണോ അതോ മോശം ബജറ്റാണോ? നമുക്ക് ഈ ബജറ്റ് അവതരിപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റും. കോടികൾ അതിന് മാറ്റിവെച്ച്, കോടികൾ ഇതിന് മാറ്റിവെച്ചും, കോടികൾ അവിടെ മാറ്റിവെച്ചെന്ന് പറയാം. കോടികൾ പോയിട്ട് ഒരു കോടി മേടിക്കാൻ പോലും ഖജനാവ് പൈസ ഇല്ല. പ്രതിരോധത്തിന് പോകേണ്ട കോടി മേടിക്കാൻ പോലും പൈസ ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഈ ബസ് കിടക്കുന്നത്. ഇതെങ്ങനെ നടപ്പിലാകുന്നു? ഞാൻ പറയാം, എനിക്ക് 2.5 ഏക്കർ സ്ഥലമുണ്ട് പാല രാമപുരം പഞ്ചായത്തിൽ. ഞാൻ റബ്ബറാണ് വെച്ചത്. 8 കൊല്ലമായുള്ളൂ വെട്ടാൻ തുടങ്ങിയിട്ട്. ഈ റബ്ബറിന് 2250 രൂപ തരുമെന്ന് പറഞ്ഞു. വേണ്ട, ഞങ്ങൾക്കൊരു 200 രൂപ വെച്ച് തരുമെന്ന് പ്രതീക്ഷയിൽ എത്ര ഒന്നാകുന്നത്. അതിന് നാളെ സാറ് നോക്കിയോ എല്ലാം വെട്ടിപ്പറിച്ച് ദൂരെ കളഞ്ഞിട്ട് വേറെ വല്ലതും ഉണ്ടാക്കാൻ പോവാ. അല്ല എന്നെ ചെയ്യുന്നത് 10 രൂപ വെച്ച് കൂട്ടിയത് 10 രൂപ മാത്രമാണല്ലേ? 10 രൂപ കൂട്ടി. ഇപ്പൊ ഈ 10 രൂപ കൂട്ടിയപ്പോഴേക്കും ഈ വെട്ടാൻ വരുന്നത് പറയുന്നത് എന്നായിരിക്കും? ഇത് നിങ്ങൾക്ക് റബ്ബറിന്റെ വില കൂട്ടിയില്ല, പിന്നെ എന്റെ തരത്തിലേ ജയിച്ചു. അത് വരുന്ന ഈ ഭരണപക്ഷ ആളായിരിക്കും വെട്ടാൻ വരുന്നത്. അതൊന്ന് തുടങ്ങും. നാളെ തന്നെ ഞാൻ നാളെ ഇനി വെട്ടിക്കല, ഇവിടെ ഒന്നും നടത്തിയല്ല. ആരും ഈ പറമ്പിൽ കയറാൻ പറയും വേറെ എനിക്ക് പകരം വെട്ടാൻ. ഇതൊക്കെയാ സാറേ. പിന്നെ എങ്ങനെ നടക്കും? ഇവിടെ എങ്ങനെ നമുക്ക് വരുമാനമില്ല ഇങ്ങോട്ട് കിട്ടാൻ. മറ്റൊരു താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. റബ്ബറിന്റെ വില സംബന്ധിച്ചാണ്. പാലക്കാട് നിന്നും ശ്രീ രാജു കൂടി ചേരുന്നുണ്ട്. ശ്രീ രാജു, താങ്കൾ ഈ ബജറ്റൊക്കെ കേട്ട് കാണും, അതെല്ലാം വിശദമായി തന്നെ അറിഞ്ഞു കാണുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു എത്ര മാർക്ക് കൊടുക്കാൻ കഴിയും ഈ ധനകാര്യമന്ത്രിയുടെ ഈ ബജറ്റിന്? ശ്രീ ബാലചന്ദ്രനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബാലചന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു കൊള്ളാവുന്ന ബജറ്റാണോ മോശം ബജറ്റാണോ? എന്താണ് ഇത്? ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ കണ്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബാലഗോപാലിന്റെ ബഡ്ജറ്റ് മെച്ചമാണ്. എന്ന് വെച്ചാൽ വരുമാനം ഇല്ലാതെ ചെലവാക്കാൻ നോക്കില്ല. പക്ഷെ വരുമാനം കുറയ്ക്കാൻ വേണ്ടി ഒരു പ്രസ്താവനയും ഇതിനകത്ത് കണ്ടില്ല. വരുമാനം ഉദാഹരണത്തിന് 20 മന്ത്രിമാരുണ്ട്. 20 മന്ത്രിമാരിൽ 5 മന്ത്രിമാരുടെ എണ്ണം കുറച്ചാൽ 125 പ്രൈവറ്റ് പേഴ്സണൽ സ്റ്റാഫിനെയും മന്ത്രിയുടെ ചെലവിനെയും കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിലും ഒരു മാതൃക കാണിച്ച് ഇത് ചെയ്യണം. അല്ലാതെ ഇവിടെ വരവില്ലാതെ എന്ത് പറഞ്ഞാലും ശരി തന്നെ വലത് കൈയിൽ വന്നാലേ ഇടത് കൈ കൊണ്ട് ചെലവാക്കാൻ നോക്കും. അതിനൊന്നും ഇതിനകത്ത് ചെലവ് ചുരുക്കാനായിട്ട് യാതൊരു വഴിയും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ശരി, ചെലവ് ചുരുക്കാനുള്ള മാർഗങ്ങളൊന്നും ഇല്ല എന്നുള്ള വിഷയമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു പ്രശ്നം കൂടി രാജുക്കുട്ടിയാണ്. ശ്രീ രാജുക്കുട്ടി, താങ്കൾക്ക് അഭിപ്രായം എന്താണ്? ഇതൊരു കൊള്ളാവുന്ന ബജറ്റാണോ? സാറേ, ഇത് വളരെ നിരാശാജനകമാണ്. കാരണം ഞാനൊരു പെൻഷനറാണ്. ശരി, എന്ത് സർക്കാർ പെൻഷനാണോ അത് എന്താണ്? 2019 മുതൽ ഞങ്ങളുടെ കുടിശ്ശിക എഴുതല്ല. ഒരു കുടിശ്ശിക ഞങ്ങൾ ഒരു സാധനം പോലും വെളിയിൽ പോയി വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ്. ഹലോ ശ്രീ രാജുക്കുട്ടി. ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാത്തിനും അവർക്ക് ദൂർത്ത് അവർ ചെയ്യുന്നതെല്ലാം ശരി. 40 വണ്ടി
കുഴി ഉണ്ടാക്കുന്നു, ചാണകപ്പര ഉണ്ടാക്കുന്നു, ഇതെല്ലാം ഉണ്ടാക്കുന്നു. ഞങ്ങളുടെ പാവപ്പെട്ട ആൾക്കാരുടെ ആവശ്യങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ബഡ്ജറ്റിൽ കൂടി നമുക്ക് ലഭിക്കുന്നില്ല, ഒന്നും ലഭിക്കുന്നില്ല എന്ന് തന്നെ പറയാം. വളരെ നിരാശാജനകമാണ് സാർ. ശരി, നമുക്ക് മറ്റ് പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വത്സമ്മയാണ്. ശ്രീ വത്സമ്മ, താങ്കൾക്ക് എങ്ങനെയാണ് താങ്കൾ ഈ ബജറ്റിനെ വിലയിരുത്തുന്നത്? ഇത് വെറും വൃത്തികെട്ട ബഡ്ജറ്റ്. എന്തു പറ്റി? അവര് ദൂർത്തടിച്ചും കട്ടെടുത്തും കട്ടുമുടിച്ചതും ഒക്കെ ജനങ്ങളിൽ നിന്നും ഇടിച്ചു പിഴിഞ്ഞ് മേടിക്കാനുള്ള ബഡ്ജറ്റ് അല്ലേ ഇപ്പൊ ഇത്? ജനങ്ങളുടെ അങ്ങനെ ഒരു നികുതി ഭാരമൊക്കെ അധികം കൂട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പെൻഷൻ അവര് കൂട്ടുകാരെന്ന് പറഞ്ഞു. അവര് ഈ തവണ കയറിയപ്പോ അവര് പിന്നെ 2500 രൂപ കയറിയ ഉടനെ കൂട്ടുമെന്ന് പറഞ്ഞവരാ. ഇപ്പൊ അത് കൂട്ടുകാരെന്നാ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 6 മാസം കുടിശ്ശികമാ ഇല്ലേ? സാമൂഹ്യ പെൻഷൻ മേടിക്കുന്ന ആളാണോ സർക്കാരിന് അങ്ങോട്ട് ജനങ്ങളിൽ നിന്നും കിട്ടുന്ന ബഡ്ജറ്റ് അല്ലേ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? വൃത്തികെട്ട ബഡ്ജറ്റ്, അതേ പറയാനുള്ളൂ. ശരി, ഓക്കെ. വത്സമ്മയാണ് അഭിപ്രായം പറഞ്ഞത്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശശിധരനാണ്. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ബജറ്റ് ഒരു മെച്ചപ്പെട്ട ബജറ്റാണോ അതോ ഒരു മോശം ബജറ്റാണോ? എങ്ങനെയാണ് ജനങ്ങൾക്ക് ഇതിനെ ബജറ്റ് ഫീൽ ചെയ്യുക? ശ്രീ ശശിധരൻ പറയാം. ശശിധരൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തകരാറുകളുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വളരെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. നമുക്ക് ഇനിയും ഈ ന്യൂസ് 18 പൊതുവേദി തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇന്നത്തെ കേരള ബജറ്റിനെ കുറിച്ചാണ് ന്യൂസ് 18 പൊതുവേദി പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശശിധരനാണ്. ശ്രീ ശശിധരൻ, താങ്കൾ ഈ ബജറ്റിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ശ്രീ ശശിധരൻ, കേൾക്കാമോ? ഹലോ. കഴിഞ്ഞ ഇതിന് എനിക്ക് മുമ്പ് സംസാരിച്ച സഹോദരി പറഞ്ഞല്ലോ ബഡ്ജറ്റിനെ കുറിച്ച്. വളരെ ഇഷ്ടപ്പെട്ടു. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബഡ്ജറ്റാന്ന് എങ്ങനെ പറയും സാറേ? സാധാരണ നമ്മൾ ബഡ്ജറ്റ് കേൾക്കാറുണ്ട്. എനിക്ക് 71 വയസ്സുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ബഡ്ജറ്റ് കേട്ടിട്ടുണ്ട്. ഒരു ധനാഗമ മാർഗങ്ങൾ പറഞ്ഞ ശേഷമാണ് ഇത്ര രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നത്. ഒരു വഴിക്ക് 10 പൈസയും ഇല്ലാതെ ചുമ്മാ കുറെ കോടി വാരിക്കൊരി കുറെ കോടികൾ ഇവര് മനുഷ്യനെ പുതപ്പിക്കാനാണ് ഈ കോടിയുടെ കണക്ക് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാൻ കഴിയുമോ? തനത് നികുതി വരുമാനത്തിലൊക്കെ മുൻ വർഷങ്ങളെക്കാൾ എന്തെന്ന് പറഞ്ഞ സഹോദരൻ എന്ത് മനസ്സിലായി? എന്ത് വർധന എവിടെയാ കാണിച്ചിരിക്കുന്നത്? ചുമ്മാ കമ്മതി കണക്ക് പറഞ്ഞു. എൻ്റെ ചെറിയ സംശയം, ഞാൻ ബജറ്റിൽ പറഞ്ഞത് 2020-21 47,661 കോടി രൂപ തനത് നികുതിയിൽ നേടിയപ്പോൾ കഴിഞ്ഞ വർഷം അത് 71,968 കോടിയായി. ഇനി വരും വർഷം അത് 78,000. അപ്പോൾ നികുതിയിൽ അങ്ങനെ ഒരു പിരിവിലൊക്കെ വർധനവ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് നികുതി വർധനവുണ്ട്, അവർ ചെലവഴിക്കുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. ഇപ്പൊ 6 മാസത്തെ കുടിശ്ശികയും 1 മാസത്തെ കാശ് ഇന്ന സമയത്ത് കൊടുക്കുമെന്ന് ഇവര് പറഞ്ഞോ? ഇവർ ഇത്ര കളിപ്പിക്കണം, പറ്റിക്കണ പരിപാടിയല്ലേ? കുടിശ്ശിക തീർക്കുമെന്ന് ഒരു വാചകത്തിൽ പറഞ്ഞു അല്ലേ? എന്നിട്ട് ലോട്ടറിയുടെ സീരീസ് കൂട്ടാൻ പോകുന്നു. എന്തിന്? നാട്ടുകാരെ ഒന്നുകൂടെ പിഴിയാൻ വേണ്ടി. കാരണം ഇവന്റെ ഈ ഒരു ഇതിനെ മനസ്സിനെ ചുമ്മാ ഒരുമാതിരി സ്വപ്നങ്ങൾ കൊടുത്ത് നാളെ കിട്ടും, ഇപ്പൊ കിട്ടും കോടി കിട്ടും. ഇപ്പൊ ബലമായ സംശയമുണ്ട്. കഴിഞ്ഞ 2 ബമ്പറും തമിഴ്നാട്ടോട്ടാണ് പോയത്. കാരണം അത് എന്താണ് ഇതിനകത്താണ് തിരിമറി എന്നുള്ളത് നമുക്കിപ്പോ ബലമായ സംശയമുണ്ട്. ഇത്തരം വിഷയങ്ങളൊക്കെ താങ്കളുടെ മറ്റ് വിയോജിപ്പുകളൊക്കെ ശരിയാണ്. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ താങ്കൾക്ക് കൃത്യമായ തെളിവുകളില്ലാതെ കേരളത്തിൽ നന്നായി നടത്തിക്കൊണ്ടു പോകുന്ന ലോട്ടറി സംവിധാനത്തെ കുറിച്ച് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല. താങ്കളുടെ ഭാഗത്ത് അങ്ങനെ തെളിവുകൾ ഉണ്ടെങ്കിൽ താങ്കൾ അത് ഔദ്യോഗികമായി പരാതിയായോ മറ്റോ നൽകണം. അല്ലാതെ ഒരു പൊതുവേദിയിൽ വന്നു നിന്നുകൊണ്ട് അത്തരം നമ്മുടെ ഒരു നന്നായി നടക്കുന്ന ഒരു സംവിധാനത്തിനെതിരെ വെറുതെ ഒരു ആക്ഷേപം ഉന്നയിക്കുക എന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദയ്ക്ക് ചേർന്ന രീതിയല്ല. അതൊരു കേരളത്തിന്റെ ഒരു പൊതു അന്തസ്സിനും ഒന്നും ചേർന്ന രീതിയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കൾ അത് നിയമപരമായി താങ്കൾ അങ്ങനെ തെളിവുണ്ടെങ്കിൽ അതിന് നിയമപരമായ വഴികൾ തേടുകയാണ് വേണ്ടത്. മറ്റൊരു പ്രേക്ഷകരുണ്ട്, ആലപ്പുഴയിൽ നിന്നും ശ്രീ കണ്ണനാണ്. ശ്രീ കണ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ ബജറ്റിനെ കുറിച്ച് പറയാനുള്ളത്? സാറേ, ഇപ്പൊ നമുക്ക് ഒരു റോസ ചെടി ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാമ്പഴം ആയിക്കോട്ടെ, ഈ മാമ്പഴം കായ്ക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റോസയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഈ പൂ വരണമെന്നുണ്ടെങ്കിലോ ഇതിന്റെ തായ്വേര്, ആ തായ്വേര് എവിടെയാണെന്നോ അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്താണെന്നോ ആരും കാണുന്നില്ല. ഇപ്പം നമ്മൾക്ക് ഇപ്പൊ ഇത്രയും നമ്മുടെ ഈ സംസ്ഥാനം
ഇങ്ങനെ ഒരു അവസ്ഥയിൽ, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം ഉണ്ടായ സാഹചര്യങ്ങൾ. ഇതപ്പം എല്ലാവരും ഈ പെൻഷനെ കുറിച്ച് പറയുന്നു. ഇപ്പൊ നമുക്ക് തുച്ഛമായി പെൻഷൻ കൊണ്ട് നമുക്ക് എല്ലാവർക്കും ജീവിക്കാം. ഒരു പണിക്ക് എല്ലാവർക്കും ഒരു 50,000 രൂപ വെച്ചങ്ങ് പെൻഷൻ കൂടെ, ആരും ജോലിക്ക് പോകണ്ട. ഇത് എന്തൊരു ബോധമില്ലാത്ത ഒരു പെൻഷൻ കൊടുക്കുന്നതിനെ അങ്ങനെ നമ്മൾ കളിയാക്കരുത്. പെൻഷൻ കൊടുക്കേണ്ടത് ജീവിതത്തിൽ മറ്റ് തൊഴിലിനൊക്കെ പോകാൻ പ്രയാസമുള്ള അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന തുകയാണ് പെൻഷൻ. അതിനെ നമ്മൾ കളിയാക്കുക എന്ന് പറയുന്നത് ശരിയല്ല. വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഏറിയിരിക്കുന്ന അവരെ വാങ്ങുന്നതിന് കൃത്യമായി ഇതൊക്കെ മുന്നേ പരിശീലിക്കുന്ന സർക്കാരുകൾ എത്ര കൊടുത്തിരിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ എത്ര മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെ ഇത് കൊറോണയ്ക്ക് ശേഷം എന്തൊക്കെ പ്രതിസന്ധിയാണ് നമ്മൾക്കുണ്ടായിരിക്കുന്നത്. അതിനുശേഷം അവർ കൃത്യമായി കാര്യങ്ങൾ നീക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും പറഞ്ഞാൽ ചുമ്മാ രാഷ്ട്രീയമായി നമ്മൾ ഒന്നിനെയും കാഴ്ചവെക്കരുത്. ഞാൻ ഇപ്പം നിഷ്പക്ഷമായിട്ട് എല്ലാ ഇത് ഇപ്പൊ കേന്ദ്രത്തിന്റെ ആയാലും ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ ഈ രാജ്യം തന്നെ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും രാഷ്ട്രീയം നോക്കാതെ ഒറ്റ ഇതായിട്ട് നീങ്ങേണ്ട ഒരു സാഹചര്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ പല ഒരു തരത്തിലെ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം നോക്കാതെ ഒറ്റ. മറ്റൊരു പ്രേക്ഷകരുണ്ട്, ശ്രീ ജയയാണ് കൊല്ലത്തുനിന്നും. ശ്രീ ജയ, താങ്കൾ എങ്ങനെയാണ് ഈ ബഡ്ജറ്റിനെ വിലയിരുത്തുന്നത്? ഒരു നല്ല ബഡ്ജറ്റ് ആണെന്നാണോ, മോശം ബഡ്ജറ്റ് ആണെന്നാണോ, അതോ ഒരു ശരാശരിയാണ്? കച്ചവട ബഡ്ജറ്റാണ്. എങ്ങനെയാണ്? മനുഷ്യർക്ക് ഭാരം ഉണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റാണ്. ഓക്കെ, ഏതെല്ലാം മേഖലയിലാണ് ഭാരം ഉണ്ടായതായി? എല്ലാ മേഖലയും. ഇപ്പൊ ഇലക്ട്രിസിറ്റി 15 പൈസ വീതം കൂട്ടാൻ പോകുന്നല്ലേ പറഞ്ഞത്? പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ഇലക്ട്രിസിറ്റി ചാർജ് 15 പൈസ വീതം കൂട്ടാൻ പോകുന്നെന്ന്. അതൊക്കെ സാധാരണ മനുഷ്യർക്ക് ഭാരം ഉണ്ടാക്കുന്നതാണ്. പിന്നെ അതുപോലെ എന്റെ ഭർത്താവ് 1600 രൂപ വീതം പെൻഷൻ വാങ്ങിക്കുന്ന ആളാ. 6 മാസമായി ഇപ്പൊ അദ്ദേഹത്തിന് പെൻഷൻ കിട്ടിയിട്ട്. അദ്ദേഹത്തിന്റെ ഗുളികയ്ക്കുള്ള പൈസയാണത്. അത് ഇതുവരെയും കിട്ടുന്നില്ല. പിന്നെ എന്തുവാ ഇതിന് ജനക്ഷേമം? അത് ജനവിരുദ്ധമായിട്ടുള്ളൊരു ബഡ്ജറ്റ് തന്നെയാണ് സാർ. ശരി, ഇത് പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ള വിഷയമാണ് ഗൗരവമായി തന്നെ ചൂണ്ടിക്കാണിച്ചത്. മറ്റൊരു പ്രേക്ഷകരുണ്ട്, പാലക്കാട് നിന്നും രാജു ആണ്. ശ്രീ രാജു, താങ്കൾ എങ്ങനെയാണ് ഈ ബജറ്റിനെ വിലയിരുത്തുന്നത്? നല്ലതായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റില്ല സാറേ. ഹലോ, ശരി, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അത് നല്ലതാണെന്ന് പറയും. പാവപ്പെട്ട ആൾക്കാർക്ക് എന്താ അതിനൊരു പ്രയോജനം കൂടി അറിയുന്നില്ല. ഹലോ, കേൾക്കാൻ, പറഞ്ഞോളൂ ശ്രീ രാജു. അതായത് പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും നല്ല രീതിക്കുള്ള ഒരു ബഡ്ജറ്റ് വരുന്നു തോന്നുന്നില്ലല്ലോ. ശരി, അതായത് ഇപ്പൊ ടാക്സ് കൂടുന്നു, കറണ്ട് ബില്ല് കൂടുന്നു, വാട്ടർ ബില്ല് കൂടുന്നു, ബസ് ചാർജ് കൂടുന്നു. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രവീന്ദ്രനാണ് മുണ്ടക്കയത്ത് നിന്നും. ശ്രീ രവീന്ദ്രൻ, താങ്കൾ ഈ ബജറ്റ് ശ്രദ്ധിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾ എങ്ങനെയാണ്, അത്യാവശ്യം മേഖലയിലൊക്കെ കൊള്ളാവുന്ന അല്ലെങ്കിൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു കൊള്ളാവുന്ന ബജറ്റായിട്ടാണോ കാണുന്നത്, അതോ തീരെ മോശം അല്ലെങ്കിൽ മോശം ബജറ്റ്, ശരാശരി ബജറ്റ്, എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? അതെ, ബഡ്ജറ്റൊക്കെ കൊള്ളാം, പക്ഷെ ഖജനാവിലൊന്നുമില്ല, അതൊരു സത്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് പാവപ്പെട്ടവരായി കൂലിപ്പണിക്കാരോട് പറയാനുള്ള, ദയവീതി നിങ്ങൾ ലോട്ടറി എടുക്കരുത്, കള്ളും കുടിക്കരുത്. കള്ളും കുടിച്ച് ലോട്ടറി എടുത്താൽ ഇനി നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ഒരു പൈസ പോലും കാണില്ല. എല്ലാത്തിനും വില കൂടുതൽ. കള്ളിനും വില കൂട്ടുവാണ്, ലോട്ടറിക്കും വില കൂട്ടുവാണ്, നികുതി കൂട്ടുവാണ്. അതുപോലെ നിങ്ങൾ ഈ ലോട്ടറി എടുത്ത് നിങ്ങൾ മുടിയാതെ നിങ്ങളുടെ വീട്ടുകളിൽ പോയി നിങ്ങൾ അരി സാധനം മേടിച്ച് കുഞ്ഞുങ്ങളെ നോക്കണം. നിങ്ങൾ ദയവീതി ഇത് ചെയ്യരുത്. ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഓരോരുത്തരും കയറെ തൂങ്ങി ആത്മഹത്യന്റെ വാക്കത്താകും. ഈ സഖാക്കന്മാരും നേതാക്കന്മാരും ഉന്നതങ്ങളിലോട്ട് പോകും. അവർ വെളി രാജ്യത്തും വെളി സംസ്ഥാനത്തും ഒക്കെ പോയി കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ ഉണ്ടാക്കും. നമ്മൾ ഇവിടെ മുടിഞ്ഞു മൂത്രയാകും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ലോട്ടറി കള്ളും കുടിക്കരുത്. എന്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ കുടിക്കാതെ നിങ്ങൾ ഇരിക്കണം. സർക്കാർ രക്ഷപ്പെടോ വിടാതിരിക്കും നമ്മുടെ കുഴപ്പമില്ല. അത് അവരെ വേറെ ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെടാൻ നോക്കട്ടെ. ഈ പാവങ്ങളെ കൊണ്ട് കുടിപ്പിച്ചും അതുപോലെ ലോട്ടറി എടുപ്പിച്ചും ഞാനൊക്കെ കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ ചരിക്കച്ചവടക്കാരനാണ്. ഞാൻ കൊടുക്കുന്ന 10,000-3,000 രൂപ കൊണ്ടുപോയിട്ട് ഓടുക ബിവറേജിലോട്ട്, ലോട്ടറി കടയിലോട്ട്. ലാസ്റ്റ് വീട്ടിലോട്ട് കണ്ണീര് കൈവിട്ടോട്ട് വീട്ടിലോട്ട് പോകുന്നത്. ഇതൊക്കെ കണ്ട് ഞങ്ങൾ മടുത്തു കിടക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ വളരെ ഗൗരവമായ വിഷയമാണ് ചൂണ്ടിക്കാണിച്ചത്. ലോട്ടറി എടുത്തും മദ്യപിച്ചുമൊക്കെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സമ്പാദ്യങ്ങൾ കളയുന്നതിൽ അർത്ഥമില്ല എന്നത് കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾ എങ്ങനെയാണ് ഈ ബജറ്റിനെ വിലയിരുത്തുന്നത്? സാർ, ആദ്യമായിട്ട് പറയട്ടെ, ഈ ബഡ്ജറ്റിനെ കുറിച്ച് വളരെ വിശദമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കിനി നാളെ പത്രമൊക്കെ വായിച്ച് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. എങ്കിൽ കൂടി ഒരു കാര്യം എനിക്കിപ്പോ തോന്നിയത്, നികുതി വരുമാനം ഇരട്ടിയായി എന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നു. അപ്പൊ അതിനർത്ഥം നമ്മുടെ GST സംവിധാനം വളരെ ഫലപ്രദമായിട്ടാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നി. അത് നന്നായി എന്തായാലും. അതായത് നമ്മളിപ്പോ ഒരു സാധനം വാങ്ങുമ്പോൾ GST ബില്ല് കിട്ടും. അതിനർത്ഥം നമ്മൾ നികുതി കയ്യോടെ തന്നെ സർക്കാരിലേക്ക് കിട്ടുന്നു എന്നർത്ഥം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ GST വരുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ നികുതി വാങ്ങിക്കും. അവർ കടക്കാർ കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ല. ഒരു വർഷം എത്തുമ്പോൾ അവർ ആ കണക്ക് കൊടുക്കുമ്പോൾ അവരൊന്നിച്ചൊരു തുകയായിട്ടാണ് കൊടുക്കുന്ന ഒരു സംവിധാനം കുറെ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. നമ്മൾ ഇപ്പൊ 100 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ 50,000 രൂപയ്ക്കോ വാങ്ങിക്കുമ്പോൾ അതിന്റെ GST സർക്കാരിന് കിട്ടാനുള്ള നികുതി കയ്യോടെ
സെയിം ടൈം സർക്കാരിന് കിട്ടുന്ന ഒരു സംവിധാനം അത് GST വളരെ ഫലപ്രദമാണ്, നന്നായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ കാര്യത്തിൽ മാത്രം ഇപ്പൊ അഭിപ്രായം പറയാനുള്ളൂ. പിന്നെ നമ്മൾ ഇനിയും മൊത്തത്തിൽ അറിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ശരി, എന്തായാലും ന്യൂസ് 18 പൊതുവേദി ഇന്നത്തെ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റായിരുന്നു ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തിയത്. എന്നാലും പകുതിയിലേറെ ആളുകളും ബജറ്റിനെക്കുറിച്ച് പരാതി ഉന്നയിക്കുകയായിരുന്നു. പ്രധാനമായും ക്ഷേമ പെൻഷനുകൾ വല്ലാതെ വൈകുന്നു, അത് പൂർണ്ണമായും കൃത്യമായും നടപ്പാക്കാനുള്ള ഒരു തീരുമാനം ബജറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ചിലരെങ്കിലും അങ്ങനെയല്ല, കേരളത്തിന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് അർഹമായ നികുതി വിഹിതം ലഭിക്കാതിരിക്കുമ്പോഴും കേരളം അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി എന്ന പോസിറ്റീവായി ചൂണ്ടിക്കാണിച്ചവരുമുണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയമായി. കേരള ബഡ്ജറ്റ്